ഹായ് ഫ്രണ്ട്സ് ഡയറക്റ്റ് പോവാം. അങ്ങനെയായിട്ട് പോലീസ് വന്ന് പോലീസിന് ആരാ വന്ന് എന്ത് പ്ലാനാണ് നോക്കാം എന്ന് പറഞ്ഞു. ശരി, ഓക്കെ സാർ. ഇന്ന് പോലീസ് ഫോളോ ചെയ്തായിരുന്നു. ഒരു പോലീസ് ഒരു ഹാക്കിങ് റിവേഴ്സ് അങ്ങനെ വീട്ടീസ് നടന്നു തുടങ്ങും. പിന്നെ ഗേൾസ് പ്ലാൻ ചെയ്ത് മതി ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്ത് ഇത് ഹീറോയിനൊക്കെ ഷോക്കായി. മച്ചി ഇവരെപ്പോൾ ഇവിടേക്ക് വന്നത് അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. ഷോക്കായിരുന്നു. അങ്ങനെയായിട്ട് ഒരു പ്ലേസ് കൊണ്ട് മഞ്ഞ് വീണായിരുന്നു. 7 പേരെ അടിച്ച് എന്താ ഇവിടെ നടക്കുന്നു. അങ്ങനെയായിട്ട് പിറ്റേ ദിവസം അമ്പലയുടെ പറയാൻ തുടങ്ങി. ഇങ്ങനെയായിട്ട് അക്കാൾ പറയാൻ തുടങ്ങി. അമീനാമണിക്ക് പിറ്റേ ദിവസം 7 പേര് പിടിക്കും. അതുമാത്രമല്ല നിങ്ങൾ എന്നെ മാരേജ് കഴിക്കണം. ഇല്ല, ഞാൻ എന്ത് ചെയ്യും എന്നറിയില്ല എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ഷോക്കായിരുന്നു. എന്താ മാരേജ് കഴിക്കണോ? അതെ, നിങ്ങൾ മാരേജ് കഴിച്ചില്ല. ഞാൻ ഇത് പറഞ്ഞാൽ അവർ മിരട്ടിയായിരുന്നു. അവർ ഞങ്ങൾ മാരേജ് കഴിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു. ഇത് മാത്രമല്ല, നിങ്ങൾ മാരേജ് കഴിച്ചില്ല, ഞാൻ സൂസൈഡ് ചെയ്ത് നിങ്ങളെ മേലെ ഞാൻ പളിയിടും എന്നവർ പറഞ്ഞായിരുന്നു. നിങ്ങൾ മാരേജ് കഴിച്ചില്ല, ഞാൻ സൂസൈഡ് ചെയ്യും. അങ്ങനെയായിട്ട് അവർ 7 പേരെ മിരട്ടായിരുന്നു. അവർ എന്ത് ചെയ്യുന്ന ആവശ്യമാക്കായിരുന്നു. അങ്ങനെ കേട്ട് ഇങ്ങനെ പോലീസ് വന്ന് അവൾ ഇങ്ങനെ ആക്ടിങ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതാക്കോ ഇതെൻ്റെ കൗതുക താടിക്കിട്ടെന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് പറഞ്ഞായിരുന്നു. അങ്ങനെയായിട്ട് അവരോട് സമ്മതിച്ചില്ലായിരുന്നു. അങ്ങനെയായിട്ട് ശരി, നിങ്ങൾ അങ്ങനെ കൊണ്ട് മാരേജ് കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അപ്പോൾ ഈ പ്ലാൻ സക്സസ് ആവുക അല്ലാന്ന് അപ്പോഴാണ് ഫ്രണ്ട് പറയാൻ തുടങ്ങി. മച്ചി, ഈ പ്ലാൻ സക്സസ് ആവില്ല, മാരേജ് ഇങ്ങനെ കഴിക്കൂ അങ്ങനെ ഉണ്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേറെ പ്ലാൻ പറഞ്ഞു. ശരി, ഓക്കെ. അങ്ങനെയായിട്ട് ഹീറോമാരോട് ഹീറോ ഇങ്ങനെ പുറത്തുമിട്ട് നിങ്ങൾ മാരേജ് കഴിക്കുന്ന ഇല്ല ഇങ്ങനെയായിട്ട് ഒരു പെണ്ണിനെ പിടിച്ചിരുന്നു. അതെ, ഈ പെണ്ണിനെ താഴെട്ടിട്ട് കൊല്ലും, ഞാൻ കൊന്നിട്ട് നിങ്ങളെ പേരിൽ ഞാൻ പേരിടും എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് അവർ കേസ് ഇതായിരുന്നു. ഇവർ നിങ്ങളുടെ ഗേൾ ഫ്രണ്ട് എന്ന് പറയും. അതുമാത്രമല്ല നിങ്ങൾ ലവ് ചെയ്ത് ചീറ്റ് അതെല്ലാം പറയും. ഞാൻ ഓൾറെഡി എഡിറ്റിങ് ചെയ്തിരുന്നത് അവൾ പറഞ്ഞു. അത് കേട്ട കേസ് കുറച്ച് രക്ഷിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആ പെണ്ണിനെ ഹീറോയെ ഹീറോയുടെ ഫ്രണ്ട്സെല്ലാം രക്ഷിച്ച് അവ ഇങ്ങനെ താലി ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ കൊടുത്തായിരുന്നു. അവർ എന്ത് ചെയ്തില്ല, ഹീറോയിനെ കണ്ടു. അപ്പോൾ അവർ ഒന്നും നോക്കില്ല. അപ്പോൾ ആ പെണ്ണിങ്ങനെ വഴക്ക് പറയുന്നു. ആ പെണ്ണിന് ചേർന്ന് നോക്കുമ്പോൾ ഹീറോയും ഉണ്ടായിരുന്നു. പറഞ്ഞ് അതൊരു മണ്ഡപം മതി, ആ പ്ലേസിലാണ് അവർ കൊണ്ടുവന്നത്. അവിടെ ഒരു പൂജാരി ഉണ്ടായിരുന്നു. അവർ മന്ത്രം പറഞ്ഞു ഇതിനെ കണ്ടുകാതെ ആ പെണ്ണ് അവിടെ ഇരുന്ന് മിരട്ടുക. ആ പെണ്ണ് അവിടെ മിരട്ടിയായിരുന്നു. അതിലൊരു പെണ്ണ് വെച്ച് മട്ടേനെ അങ്ങനെ ഇരുന്ന് ഇടുന്ന പിന്നെ വന്നത് കൊണ്ട് അതെ ആ പെണ്ണ് അവിടെ മന്ത്രം എഴുതുന്ന ചെല്ലാൻ ചെന്നിട്ടുമില്ല. മന്ത്രം പറഞ്ഞായിരുന്നു, അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഹീറോയിൻ നോക്കിയായിരുന്നു. 7 തിരിഞ്ഞ് ഹീറോയിനെ നോക്കി. അവർ ഓർമ്മയുടെ നോക്കിച്ചത് ഹീറോയുടെ അടുത്ത് വന്നത്. ഹീറോയിൻ എന്താ ഇവിടെ നടക്കുന്നത്? ഹീറോയിൻ ഷാക്കിലുണ്ടായിരുന്നു. അയ്യോ, ഹീറോയിൻ കണ്ണ് ചുമ്മിയിരുന്നു. അയ്യോ ഇതിലുണ്ടോ, എനിക്ക് പേടി, അവൾ വീടെന്ത് ചെയ്യാന്ന്. അങ്ങനെ കുറച്ച് ആൾക്കാർ വെച്ച് ആ പെണ്ണിനെ പിടിച്ചേരുന്നു. അയ്യോ ഇത് കണ്ണ് ചുമ്മിയായിരുന്നു. ഹീറോയുടെ ഫ്രണ്ട്സ് ഷോക്കായി. ഇവരെവിടെയൊക്കെ പോകുന്നതെന്ന് ഹീറോയുടെ അടുത്ത് വന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ അടുത്ത് വന്നു. ഇങ്ങനെ അവർ എന്ത് ചെയ്തു, ഹീറോയിനെ കൗതുക്ക് താലി കെട്ടി. ഇത് കണ്ട് ഫ്രണ്ട്സ് എല്ലാം ഷാക്കായി. അതുമാത്രമല്ല ഹീറോയിൻ്റെ അച്ഛൻ അമ്മ ഫോളോ ചെയ്ത് വന്നായിരുന്നു. അവർക്ക് ഷാക്കായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടന് അതിനടുത്ത് പോകാൻ പറ്റില്ലായിരുന്നു. ഹീറോ ചേട്ടാ എന്താ ഇവിടെ നടക്കുന്ന ഷാക്കിലുണ്ടായിരുന്നു. ഹീറോയിൻ എന്താ ശബ്ദം കേൾക്കുന്നതെന്ന് ഹീറോയിൻ കുറച്ച് നേരം കഴിഞ്ഞ് എണിച്ച് നോക്കുമ്പോൾ ലാസ്റ്റ് ജങ്കുക്കാണ് കെട്ടിയായിരുന്നു. നടന്നു പോയി. ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. കണ്ണ് തുറന്നൊക്കെ താലി കെട്ടി. താലിയ ഏതുണ്ട്? ഇതൊരു ഹീറോയിൻ ഷാക്കായി. മച്ച ഇതെന്തടി ഏത് താലി? ആരുടെ കെട്ടിയത്? നീയോ ജോക്ക് കിട്ടത്? അങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ? അങ്ങോട്ട് നോക്കുന്നു. അങ്ങനെ അങ്ങോട്ട് നോക്കിയായിരുന്നു. 7 പേര് ഹീറോയുടെ അടുത്തുണ്ടായിരുന്നു. ഹീറോ ഷാക്കായി. മച്ചത് അതുകൊണ്ട് ആ പെണ്ണ് പറയുന്നത് എന്താടാ താലി കെട്ടുന്നത്? ആ പെണ്ണ് വിടാൻ പറഞ്ഞായിരുന്നു. പോലീസ് വന്ന് അവരുടെ അടിച്ച് അവരുടെ അടുത്തോണ്ട് പോയി. അങ്ങനെ ആ പെണ്ണിനകത്ത് ജയിലിലിട്ട്. അങ്ങനെ ജയിലിലിട്ട് ഹീറോയ്ക്ക് ഷാക്കായിരുന്നു. ഹീറോയിൻ ഇവിടുന്ന് ശരിയാല ഇവിടുന്ന് ഓടിപ്പോന്നൊക്കെ ഹീറോയിൻ്റെ അമ്മയച്ഛൻ പിടിച്ചു. എവിടേക്കാ നോക്കുന്നു? അമ്മ എനിക്കറിയില്ല, അത് നടന്ന കാര്യം അറിഞ്ഞായിരുന്നു, ഞാനിവിടെ ചുമ്മാ വെറുതെ വന്നതാ. ശരിടി അമ്മ. എന്താ അമ്മ പറഞ്ഞില്ല ആൻറ്റീൻ്റെ മോൾക്ക് കല്യാണം നീ ദുഃഖം? അതെപ്പോൾ അമ്മ? അപ്പുറത്തെ സ്റ്റേജാ, നീ ഇപ്പുറത്ത് എന്താ വന്നത്? അമ്മ
ആ കല്യാണ മണ്ഡപത്തിൽ നിറയെ കല്യാണം നടക്കും. അത് മാത്രമല്ല ഈ സൈഡിൽ അമ്മ ഞാൻ ഇവിടെ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ വന്നത് അതുകൊണ്ട് ഇവിടെ ഫ്രണ്ടുണ്ടോ? അതെ അമ്മ അവിടെ നോക്ക് എന്ന് പറഞ്ഞായിരുന്നു. അവിടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അതെ ആൻറ്റി ഇവിടേക്ക് ഞാൻ വന്നായിരുന്നു. ഇവിടെ ഒരു പെണ്ണിക്ക് മാരേജ് ആയിട്ട് അറിഞ്ഞതാ. അതുകൊണ്ട് ഇവൾക്ക് മാരേജ് നടന്നത് നിങ്ങൾ നോക്കില്ലേ? ആൻറ്റി അമ്മക്ക് ശരി അമ്മക്ക് ഇവന് എനിക്ക് വേറെ വഴിയില്ല. എൻ്റെ മോക്കാ മാരേജ് ഇവരുടെ അച്ഛൻ നമുക്ക് ഷാക്കായിരുന്നു. എന്ത് ചെയ്യും? അമ്മ അച്ഛൻ കിടന്ന് മുങ്ങി പോകുന്നത് എനിക്ക് നല്ലൊരു നേടി പോന്നു. ഞാൻ എഴുതി പിടിച്ച് ഹീരോയുടെ കോളേജ് അത് വീട്ടിൽ വന്ന് വീഡിയോസ് അവരോട് എടുത്ത് കേൾക്കാൻ തന്ന് ഹീരോയിൻ്റെ ചേട്ടൻ എനിക്ക് എന്ത് ചെയ്യാനറിയില്ല. ഹീരോയിൻ്റെ ചേട്ടൻ എനിക്ക് പീറ്റേഴ്സന്മാർ ഓള് പറഞ്ഞായിരുന്നു എനിക്ക് നാട്ടിയേരി ഇഷ്ടമാണ് അങ്ങനെയാണ് പറഞ്ഞു തന്നു. അതുകൊണ്ട് അവർക്ക് ഓക്കെ ആയിരുന്നു ചേട്ടന്. പിന്നെ ഹീറോയുടെ മമ്മിക്ക് ഓക്കെ ആയിരുന്നു. അതുമാത്രമല്ല അവരുടെ ഓൾറെഡി പ്ലാൻ പറഞ്ഞായിരുന്നു. അതുമാത്രമല്ല കല്യാണം കഴിച്ചായിരുന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ഈ കോളത്തിൽ അമ്മേനിക്ക് എന്തിനാ കല്യാണം പ്ലാൻ പറഞ്ഞായിരുന്നു. അതുമാത്രമല്ല ഹീറോയുടെ ചേട്ടന് ഷോക്ക് പറഞ്ഞ ഇങ്ങനെയുള്ള നടക്കുമോ കല്യാണമെന്ന് ഷോക്കായിരുന്നു. അതുമാത്രമല്ല അവർക്കെല്ലാവരും ഹീറോയ്ക്ക് ഇടി വീണൊരിക്കൽ എനിക്ക് കല്യാണം നടന്നു. അതെ പാസ്ബുക്കിലുണ്ട് നീ അവൻ്റെ കൂടെ പോ എന്ന് പറഞ്ഞു. ഹീറോയെ അമ്മയച്ഛനൊക്കെ മുറയ്ക്കായിരുന്നു. അതുകൊണ്ട് കുറച്ച് ചടങ്ങുണ്ടായിരുന്നു. ഹീറോ 7 പേര് നോക്കി മുറ നടക്കായിരുന്നു. 7 പേര് ഹീറോയെ സമാധാനമാക്കി. അങ്ങനെ കൊറിയക്ക് പോയി. കൊറിയയിൽ കൊറിയൻ സൈസ് മാരേജ് കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് ഹീറോയ്ക്ക് ക്യൂട്ടായി ബേബീസ് ജനിച്ചായിരുന്നു. ഹീറോയി പറയാൻ തുടങ്ങി. കുറേ വർഷം ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയി പറയാൻ തുടങ്ങി എന്തൊരു കഷ്ടവും നിങ്ങളോട് വെച്ച് ഞാൻ എന്ത് ചെയ്യാം എന്ന് ഹീറോയുടെ ചേട്ടൻ വന്നായിരുന്നു. ചേട്ടനാണ് ബേബീസ് നോക്കുന്നത്. അതെ ചേട്ടൻ എനിക്ക് മാരേജ് ആയിരുന്നു. അതായത് കൊറിയൊക്കെ വരുമ്പോൾ ഒരു ഗേൾ കണ്ടു ഫ്ലാറ്റ്. അങ്ങനെ ആ ഗേൾക്ക് ഹീറോയിൻ ചേട്ടൻ കണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ രണ്ടുപേരും ലവ് ചെയ്ത് മാരേജ് കഴിച്ചു. അങ്ങനെ അവർക്കിപ്പോൾ ബേബിയുണ്ട്. ഇപ്പോൾ ഹീറോയിൻ ബേബിക്ക് 6 വയസ്സ്. ഇപ്പോൾ ഹീറോയിൻ്റെ ചേട്ടൻ ബേബിക്കും 4 വയസ്സ്. അതെ അങ്ങനെയായിട്ട് എല്ലാവരും ഹാപ്പി ഫാമിലിയായി. എല്ലാവരും ഹാപ്പിയായി സന്തോഷമായിരുന്നു. ഹാപ്പി എൻഡിങ് സ്റ്റോറി.